അടുത്തത് ദ ഫങ്ഷൻ ഓഫ് ക്രിറ്റിസിസം അറ്റ് ദ പ്രസൻറ്റ് ടൈം ബൈ മാത്യു അർണോൾഡ്. ഇതിൽ ഇയാൾ എസ്സേ തുടങ്ങണത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ ക്രിറ്റിസിസത്തിൻ്റെ ഇമ്പോർട്ടൻസ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ക്രിറ്റിസിസത്തിൻ്റെ ഇമ്പോർട്ടൻസ് ആവശ്യമാണ് ഇപ്പോൾ എന്ന് പറഞ്ഞിട്ടാണ് ആൾ എസ്സേ തുടങ്ങുന്നത്. ജനറലായിട്ട് ഉണ്ടായിരുന്നൊരു ഒപ്പീനിയൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മനുഷ്യൻ്റെ ക്രിയേറ്റീവ് എഫേർട്ടാണ് ആളുടെ ക്രിട്ടിക്കൽ എഫേർട്ടിനേക്കാളും സുപ്പീരിയർ എന്നായിരുന്നു പറഞ്ഞിരുന്നത്. അതായത് ഒരു സാധനം ക്രിയേറ്റ് ചെയ്യാനുള്ള നമ്മളുടെ കഴിവാണ് നല്ലത്, അതല്ലാതെ മറ്റൊരു സാധനത്തിന് ക്രിട്ടിസൈസ് ചെയ്യുക, ക്രിട്ടിക്കലായിട്ട് എന്തെങ്കിലും ചെയ്യാനുള്ള കഴിവല്ല നല്ലതെന്നാണ് ഉണ്ടായിരുന്നത്. വേർഡ്സ്വർത്ത് ആയാലും പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ക്രിറ്റിസിസത്തിനെ ഭയങ്കരമായിട്ട് താഴ്ത്തിക്കെട്ടിട്ട്, ഭയങ്കരമായിട്ടതല്ല, അതിനത്ര വാല്യൂ കൊടുക്കാണ്ടാണ് വേർഡ്സ്വർത്ത് പോലും സംസാരിച്ചിട്ടുള്ളത്. ആൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്രിട്ടിക്കിന് ഒരു ജെന്യുവൻ പോയട്രീനെ അപ്രിഷിയേറ്റ് ചെയ്യാനും മാത്രമുള്ളൊരു സെൻസിറ്റിവിറ്റി ക്രിട്ടിക്കിന് ഉണ്ടാവണം. അതിനർത്ഥം പോയറ്റ് അല്ലെങ്കിൽ ക്രിയേറ്ററേക്കാളും ലോവർ ഫാക്കൽറ്റിയാണ് ക്രിട്ടിക് എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. വേർഡ്സ്വർത്ത് പോലും അങ്ങനെയാണ് പറഞ്ഞത്. വേർഡ്സ്വർത്ത് പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്രിട്ടിക്ക് അല്ലെങ്കിൽ ക്രിറ്റിസിസത്തിൽ സ്പെൻഡ് ചെയ്യുന്ന ടൈം, അല്ലെങ്കിൽ ക്രിട്ടിക്ക് എഴുതുന്ന ടൈം കുറച്ചും കൂടെ ഒറിജിനൽ കമ്പോസിഷൻ എഴുതാൻ സ്പെൻഡ് ചെയ്താൽ നല്ലതായിരിക്കും എന്നാണ് പറഞ്ഞത്. കാരണം ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നൊരു സാധനം അത് എത്രമാത്രം ഡള്ളായിക്കോട്ടെ അലമ്പായിക്കോട്ടെ അത് ആരെയും ഹാം ചെയ്യില്ല. പക്ഷെ നമ്മൾ പറയുന്നൊരു ക്രിട്ടിക്ക് അല്ലെങ്കിൽ എഴുതുന്നൊരു ക്രിട്ടിക്ക് എന്ന് പറയുന്നത് മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ ക്രിട്ടിക്കാണ് ഹാം കൂടുതൽ ചെയ്യുന്നത് മറ്റേനെ വെച്ച് നോക്കുമ്പോൾ. മറ്റേത് ഹാം ചെയ്യണേ ഇല്ല. അർണോൾഡ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാൾക്ക് ക്രിറ്റിസിസത്തിലാണ് ഇൻട്രസ്റ്റ് എന്നുണ്ടെങ്കിൽ പിന്നെ ആൾ ക്രിയേറ്റീവ് എഫേർട്ട് എടുത്ത് സമയം കളയേണ്ട ആവശ്യമില്ല. ആൾ പറയണത് ഇപ്പോൾ ക്രിയേറ്റീവ് ആക്ടിവിറ്റീനേക്കാളും ലോവർ വാല്യൂ ആണ് ക്രിട്ടിക്കൽ ആക്ടിവിറ്റിക്ക് ഉള്ളത്, അത് സമ്മതിച്ചു. അതുപോലെ മലീഷ്യസ് ആയിട്ടുള്ള ക്രിറ്റിസിസം ഹാംഫുള്ളാണ്, അതും സമ്മതിച്ചു. പക്ഷേ ക്രിറ്റിസിസം ചെയ്യണേക്കാളും സമയം മറ്റേ ക്രിയേറ്റീവ് വർക്ക് ചെയ്താൽ നല്ലതാണ്, അല്ലെങ്കിൽ അതിനുവേണ്ടി സമയം കളയാനാണ് നല്ലത് എന്നുള്ള ഒരു കൺസെപ്റ്റ് ആൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അതിൻ്റെ എക്സാമ്പിൾ, ഈ പോയിൻ്റ് സബ്സ്റ്റാൻഷ്യേറ്റ് ചെയ്യാനായിട്ട് ആൾ എക്സാമ്പിളായിട്ട് പറയണതെന്ന് വെച്ചാൽ, ഡോക്ടർ ജോൺസൻ്റെ ലൈവ്സ് ഓഫ് പോയറ്റ് എന്നുള്ളതാണ് ആളുടെ ഐറീൻ എന്ന് പറഞ്ഞ വർക്കിനേക്കാളും നല്ലത്. അതായത് ക്രിട്ടിസൈസ് ചെയ്ത് എഴുതിയിട്ടുള്ള വർക്ക്സ്. പിന്നെ അതുപോലെ വേർഡ്സ്വർത്ത് ഈ എക്ലസിയാസ്റ്റിക്കൽ സോണറ്റ്സ് പോലുള്ള ഇൻഫീരിയർ പോയംസ് എഴുതുന്നതിനേക്കാളും പ്രിഫേഴ്സ് ടു ദ ലിറിക്കൽ ബാലൻസ് ഒക്കെ എഴുതണമല്ലോ നല്ലത്. അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് ആൾ പറയണത്. പിന്നെ ആൾക്ക് സന്തോഷമുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഗത്തെ അത്യാവശ്യം കുറേ നല്ല രീതിയിൽ ക്രിറ്റിസിസം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആൾ പറഞ്ഞു വെച്ചാൽ ക്രിറ്റിസിസം നല്ലതാണ്. ഒരാളുടെ ക്രിയേറ്റീവ് ഫാക്കൽറ്റി ഉപയോഗിച്ച് അയാൾക്ക് ഗ്രേറ്റ് ക്രിട്ടിക്കൽ വർക്ക്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ലിറ്ററേച്ചർ, ആർട്ട്, ആ ഫീൽഡിൽ കുറേ വർക്ക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് പകരം ക്രിട്ടിക്കൽ വർക്ക്സും പ്രൊഡ്യൂസ് ചെയ്യാമല്ലോ എന്നാണ് അർണോൾഡ് ചോദിക്കുന്നത്. പിന്നെ പറയണത്, ക്രിയേറ്റീവ് ഫാക്കൽറ്റി ഉപയോഗിച്ച് ലിറ്ററേച്ചർ ഉണ്ടാക്കുന്നത് എല്ലാ സമയത്തും എല്ലാ കാലത്തിലും പോസിബിൾ അല്ല. കാരണം ക്രിയേറ്റീവ് ആർട്ടിസ്റ്റിന് കുറച്ച് എലമെൻറ്റ്സ് വേണം. അപ്പോൾ ലിറ്ററേച്ചറിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഐഡിയാസ് വെച്ചിട്ടാണല്ലോ നമ്മൾ ഓരോ വർക്ക്സ് ലിറ്ററേച്ചറിൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ഒരു ഐഡിയ എന്ന് പറഞ്ഞ മെറ്റീരിയലിൽ ലാക്ക് ഉണ്ടാവുന്ന സമയത്ത് ക്രിയേറ്റീവ് വർക്ക് പോസിബിൾ അല്ല. ഇപ്പോൾ ഒരു ഫ്രഷ് ന്യൂ ഐഡിയാസ് ഒന്നും ഇല്ലാത്തൊരു കാലം വരുമല്ലോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സമയം എപ്പോഴേലും വന്നു കഴിഞ്ഞാൽ ക്രിയേറ്റീവ് വർക്ക്സ് പോസിബിൾ അല്ല. ഈ ഫിലോസഫേഴ്സൊക്കെ കണ്ടെത്തുന്ന ഐഡിയാസ്, ഡിസ്കവർ ചെയ്യുന്ന ഐഡിയാസിനെ സിന്തസിസ് ചെയ്ത് ഓരോന്ന് ഇതാക്കലാണ് ലിറ്റററി ആർട്ടിസ്റ്റിൻ്റെ പണി. അപ്പോൾ എന്നിട്ട് അർണോൾഡ് പറയണത്, ഒരു ഗ്രേറ്റ് പീസ് ഓഫ് ലിറ്ററേച്ചർ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ 2 ഫാക്ട്സ് കമ്പൈൻ ചെയ്യണം. ഒന്ന് പവർ ഓഫ് ദ മാനും, 2 പവർ ഓഫ് ദ മൊമെൻറ്റും. അതായത് ആ ഒരു ടൈം, ആ ഒരു ഇൻ്റലക്ച്വൽ അറ്റ്മോസ്ഫിയർ ഇല്ലെങ്കിൽ, ഇൻ്റലക്ച്വലും സ്പിരിച്വലായിട്ടുള്ള ഐഡിയാസിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ ഇല്ലയെന്നുണ്ടെങ്കിൽ ലിറ്ററേച്ചറിൽ വർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ 2 ഫാക്ട്സ് കമ്പൈൻ ചെയ്താലേ അത് നടക്കുള്ളൂ. പിന്നെ ഈ ഫ്രഷ് കറണ്ട് ഓഫ് ഐഡിയാസും സ്യൂട്ടബിൾ ഇൻ്റലക്ച്വൽ എൻവയോൺമെൻറ്റ് ഇല്ലെങ്കിൽ ക്രിയേറ്റീവ് ആക്ടിവിറ്റി പോസിബിൾ അല്ല. അപ്പോൾ അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ, അതായത് ഒരു കറണ്ട് ഓഫ് ഐഡിയാസ് ഉള്ള ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യണത് ആരാണ്? അത് ക്രിറ്റിസിസത്തിൻ്റെ ഫങ്ഷനാണ്, അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കൽ.
അപ്പോൾ ക്രിട്ടിക് എന്ന് പറയുന്ന ആൾക്ക് വൈഡർ നോളജ് ഉണ്ടാവും. അതിപ്പോൾ ലിറ്ററേച്ചറിൽ മാത്രമല്ല അതർ സബ്ജക്ട്സിലെയും നോളജൊക്കെ വെച്ചിട്ട് ആൾക്ക് ഈ ഇൻ്റലക്ച്വൽ എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതിനകത്ത് ക്രിയേറ്റീവ് ആർട്ടിസ്റ്റിന് ഫ്ലറിഷ് ചെയ്യാൻ പറ്റും. അപ്പോൾ ക്രിറ്റിസിസത്തിന് ഈ ഒരു കറണ്ട് ഓഫ് ഐഡിയാസ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനകത്തു നിന്നാണ് ക്രിയേറ്റീവ് അപ്രോച്ച് അല്ലെങ്കിൽ അത് ക്രിയേറ്റീവ് വർക്ക്സ് ഉണ്ടാവുന്നത്. അപ്പോൾ ക്രിയേറ്റീവ് വർക്കിൻ്റെ ഗ്രൗണ്ട് പ്രിപ്പയർ ചെയ്യണത് ആരാണ്? അവിടെ ക്രിറ്റിസിസമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്രിറ്റിസിസം ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് അർണോൾഡ് പറയാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ആൾ പറയുന്ന ഒരു കാര്യം, ഇപ്പോൾ ഒരു പോയറ്റിന് ഒരു ഗ്രേറ്റ് വർക്ക് അല്ലെങ്കിൽ ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള വർക്ക് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ആൾക്ക് വേൾഡിനെ കുറിച്ച് നല്ല നോളജ് വേണം, ഹ്യൂമൻ ലൈഫിനെ കുറിച്ച് നല്ല നോളജ് വേണം. ഈ ഒരു നോളജ് ആൾക്ക് കിട്ടുന്നത് ക്രിട്ടിക്കലായിട്ട് ആൾ എഫേർട്ട് എടുക്കുമ്പോഴാണല്ലോ. ആ എഫേർട്ട് ആദ്യം എടുത്തിട്ടാണ് പിന്നീട് അവർ ക്രിയേറ്റീവായിട്ട് ഓരോന്ന് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ പോയറ്റിന് ഈ ടൈപ്പ് ഓഫ് നോളജ് ബുക്സിൽ നിന്നൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അർണോൾഡ് പറയണത് അത് ഏറ്റവും നന്നായിട്ട് കിട്ടുന്നത് ഈ ഒരു കറണ്ട് ഓഫ് ഐഡിയാസിൽ നിന്ന്, അല്ലെങ്കിൽ ഇൻ്റലക്ച്വൽ അറ്റ്മോസ്ഫിയറിലുള്ള ഈ കറണ്ട് ഓഫ് ഐഡിയാസിൽ നിന്നാണ് അയാൾക്കത് ശരിക്കും കിട്ടുക. അത് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നത് ക്രിറ്റിസിസമാണ്. അപ്പോൾ ഈ പറഞ്ഞതിൻ്റെ എക്സാമ്പിളായിട്ട് ആൾ പറയണത് ഇംഗ്ലണ്ടിലുണ്ടായൊരു സംഭവം, അതായത് ഷേക്സ്പിയറിൻ്റെ ടൈമിൽ ഇംഗ്ലണ്ടിലും പിൻഡാറിൻ്റെ ടൈമിൽ ഗ്രീസിലും ഉണ്ടായ ഒരു ഔട്ട് ബേഴ്സ് ഓഫ് ആക്ടിവിറ്റി. ഈ രണ്ട് ഏജസിലും സൊസൈറ്റിയിൽ നിറച്ച് ഒരു ഫ്രഷ് ആൻഡ് ന്യൂ ഐഡിയാസ് നല്ലോണം ഉണ്ടായിരുന്നു. ഈ ഒരു ഇൻ്റലക്ച്വൽ അറ്റ്മോസ്ഫിയർ ഉള്ളത് കൊണ്ടാണ് ഷേക്സ്പിയർ ആയാലും പിൻഡാർ ആയാലും അത്രയും ഗ്രേറ്റ് ക്രിയേറ്റീവ് വർക്ക്സ് ഉണ്ടാക്കിയത്. അപ്പോൾ ഈ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കാൻ കൾച്ചറും ഫ്രീ തോട്ടും ഉള്ള മനുഷ്യന്മാർക്കാണ് പറ്റുക. അപ്പോൾ ഇങ്ങനെ ഉള്ള മനുഷ്യന്മാരുണ്ടായിരുന്നത് കൊണ്ടാണ് ഗത്തെയൊക്കെ അത്യാവശ്യം നല്ല ക്രിട്ടിക്കൽ വർക്ക്സ് പ്രൊഡ്യൂസ് ചെയ്തത്. അതേസമയം ബാരൺ അത്രയും എൻഡ്യൂറിങ് ക്വാളിറ്റീസുള്ള വർക്ക്സ് പ്രൊഡ്യൂസ് ചെയ്തില്ല. രണ്ടുപേർക്കും പ്രൊഡക്റ്റീവ് പവർ ഉണ്ടായിരുന്നു. പക്ഷേ ഗത്തയുടെ കാര്യത്തിൽ കുറച്ചും കൂടെ ക്രിട്ടിക്കൽ എഫേർട്ട് ഉണ്ടായിരുന്നതുകൊണ്ടാണ് ആൾ അത്ര അടിപൊളി വർക്ക്സ് പ്രൊഡ്യൂസ് ചെയ്തത്. ബാരൺ അത്രയും ചെയ്തില്ല. പിന്നെ പറയുന്നത് ഇംഗ്ലണ്ടിൽ 19th സെഞ്ച്വറിയുടെ ഫസ്റ്റ് ക്വാർട്ടറിൽ ഈ ക്രിയേറ്റീവ് ലിറ്ററേച്ചർ നിറച്ച് ഉണ്ടാക്കാൻ തുടങ്ങിയെങ്കിലും അത് കുറച്ച് പ്രീമെച്യൂർ ആയിരുന്നു. കാരണം അതിന് അതുണ്ടാവാൻ വേണ്ട കറക്റ്റ് മെറ്റീരിയലോ ഡാറ്റയോ ഒന്നും ഇല്ലാണ്ടാണ് അത് പ്രൊഡ്യൂസ് ചെയ്തത്. നാഷണൽ ഗ്രോത്ത് ഉണ്ടായിരുന്നില്ല, സ്റ്റിർ ഓഫ് ഇൻ്റലക്റ്റ് ഉണ്ടായിരുന്നില്ല, ഒരു കൾച്ചർ ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഫോഴ്സ് ഓഫ് ലേണിംഗ് ആൻഡ് ക്രിറ്റിസിസം ഒന്നും ഉണ്ടായിരുന്നില്ല. ഗത്തയുടെ കാലത്ത് ജർമ്മനിയിൽ ഉണ്ടായിരുന്ന പോലെ ഈ പരിപാടി ഒന്നും ഉണ്ടായിരുന്നില്ല ഇംഗ്ലണ്ടിൽ. അപ്പോൾ ഈ 19th സെഞ്ച്വറിയുടെ ഫസ്റ്റ് ക്വാർട്ടറിൽ ഒരു ഡെത്ത് ഓഫ് കറണ്ട് ഓഫ് ഫ്രഷ് ഐഡിയാസ് ഇംഗ്ലണ്ടിൽ സംഭവിച്ചു. അപ്പോൾ ആ സമയത്ത് പ്രൊഡ്യൂസ് ചെയ്ത വർക്കൊക്കെ അതുകൊണ്ടാണ് ഡള്ളായിട്ടിരിക്കുന്നത്. ആ ഒരു ഫ്രഷ് ഐഡിയാസിൻ്റെ കറണ്ട് ഇല്ലാത്തത് കൊണ്ടാണ് ക്രിയേറ്റീവ് എഫേർട്ട് സക്സസ്ഫുൾ ആവാതെ പോയത്. ആ സമയത്തുണ്ടായ ഇംഗ്ലീഷ് പോയട്രിക്ക് അത്ര എനർജിയും ക്രിയേറ്റീവ് ഫോഴ്സൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത് റീഇൻഫോഴ്സ് ചെയ്യാനുള്ള ഒരു നോളജ് അത്രമാത്രം ഉണ്ടായിരുന്നില്ല. എന്നുവെച്ചാൽ ക്രിട്ടിക്കൽ എഫേർട്ട് ഉണ്ടായിരുന്നില്ല. പോയട്രിക്കൊക്കെയാണ് ഈ ഒരു കറണ്ട് ഓഫ് ഫ്രഷ് ഐഡിയാസ് ശരിക്കും അത്യാവശ്യമായിട്ട് വേണ്ടത്. അതില്ലാത്തത് കൊണ്ടാണ് ആ കാലത്തെ വർക്ക്സ് അങ്ങനെ ആയിപ്പോയത്. പിന്നെ പറയുന്ന ആ ടൈമിൽ ഉള്ള പോയട്രിയിൽ ഒരു ലൈഫിൻ്റെ ഒരു കറക്റ്റ് ഇൻ്റർപ്രിട്ടേഷൻ നമുക്ക് കിട്ടില്ല. അത് ഡെത്ത് ഓഫ് കറണ്ട് ഓഫ് ഫ്രഷ് ഐഡിയാസ് വന്നതുകൊണ്ടാണ്. പിന്നെ അപ്പോൾ ഇങ്ങനെ ആൾ പറയുമ്പോൾ ചില ആൾക്കാർക്ക് തോന്നും 19th സെഞ്ച്വറിയിൽ ഫ്രഞ്ച് റവല്യൂഷൻ കാരണം അത്യാവശ്യം ഒരു ഇൻ്റലക്ച്വൽ സ്റ്റിറും ഇൻ്റലക്ച്വൽ അറ്റ്മോസ്ഫിയറൊക്കെ ഉണ്ടായിരുന്നല്ലോ എന്ന് ചിന്തിക്കാനാണെങ്കിൽ അർണോൾഡ് പറയുന്നത് ഫ്രഞ്ച് റവല്യൂഷൻ ഒരു പൊളിറ്റിക്കൽ ആൻഡ് പ്രാക്ടിക്കൽ ക്യാരക്ടറാണ് ഉണ്ടായിരുന്നത്. അല്ലാണ്ട് ഒരു ഇൻ്റലക്ച്വൽ മൂവ്മെൻ്റായിട്ട് നമുക്ക് ഫ്രഞ്ച് റവല്യൂഷൻ ഒരിക്കലും പറയാൻ പറ്റില്ല. അതേസമയം റിനേസൻസും റിഫോർമേഷനും പ്യുവർലി ഇൻ്റലക്ച്വലും സ്പിരിച്വൽ മൂവ്മെൻറ്റ്സ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ ആ ഒരു കറണ്ട് ഓഫ് ഫ്രഷ് ഐഡിയാസ് ഉണ്ടായിരുന്നു. അടിപൊളി വർക്ക്സ് ആ പീരീഡിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഫ്രഞ്ച് റവല്യൂഷൻ അങ്ങനെ ആയിരുന്നില്ല. കാരണം അതിന് പൊളിറ്റിക്കൽ നേച്ചറായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ആൾ പറയണത് എസെൻഷ്യൽ ക്വാളിറ്റീസ് ഓഫ് ക്രിറ്റിസിസം. അതായത് ക്രിറ്റിസിസത്തിൻ്റെ ഒരു മെയിൻ ക്വാളിറ്റി എന്ന് പറയുന്നത് അത് ഡിസിൻട്രസ്റ്റഡ്നെസ്സിൻ്റെ പാത്ത് ഫോളോ ചെയ്യണം. അതായത് എല്ലാ കാര്യത്തിനോടും ഒരു ഫ്രീ പ്ലേ ഓഫ് മൈൻഡ് ആയിരിക്കണം. നമ്മൾ ബയാസ്ഡ് ആയിട്ട് ചിന്തിക്കാൻ നിൽക്കരുത്. എല്ലാത്തിനും ഒരു ഫ്രീ മൈൻഡോടുകൂടി കണ്ടാൽ മാത്രമേ ക്രിറ്റിസിസം യൂസ്ഫുൾ ആവുള്ളൂ. നമ്മളുടെ പൊളിറ്റിക്കലായിട്ടുള്ളതോ പ്രാക്ടിക്കലായിട്ടുള്ളതോ സോഷ്യലായിട്ടുള്ളതോ ഉള്ള കൺസിഡറേഷൻസ് വെച്ചിട്ട് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ അത് ബയാസ്ഡ് ആയി പോവും. അപ്പോൾ അത് യൂസ്ഫുൾ അല്ല ഉണ്ടാവും.
അയാൾ റിയൽ ക്രിറ്റിസിസത്തിനെ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. എന്താണ്, ഇറ്റ്സ് എ ഫ്രീ പ്ലേ ഓഫ് മൈൻഡ് ഇൻ ഓൾ സബ്ജക്ട്സ് ഇൻ ഓർഡർ ടു നോ ദ ബെസ്റ്റ് ദാറ്റ് ഈസ് നോൺ ആൻഡ് തോട്ട് ഇൻ ദ വേൾഡ് വിത്തൗട്ട് എനി പൊളിറ്റിക്കൽ കൺസെൻട്രേഷൻ. അതായത് ലോകത്ത് ഉള്ള കാര്യങ്ങൾ തന്നെയാണ്, അതിനെ ഒന്നും കൂടെ ബെസ്റ്റായിട്ട് അറിയാൻ വേണ്ടി ഒരു പൊളിറ്റിക്കൽ കൺസിഡറേഷൻ ഒന്നും ഇല്ലാണ്ടുള്ള മൈൻഡിൻ്റെ ഒരു ഫ്രീ പ്ലേ ആണ് റിയൽ ക്രിറ്റിസിസം എന്ന് പറയുന്നത്. ലോകത്തുള്ള ബെസ്റ്റ് തോട്ടും നോളജ് എന്താണെന്ന് കണ്ടെത്തിയത് ബാക്കിയുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതാണ് ക്രിറ്റിസിസം. അങ്ങനെ ആകുമ്പോൾ ഒരു ഈ പറഞ്ഞ പോലെ കറണ്ട് ഓഫ് ന്യൂ ആൻഡ് ഫ്രഷ് ഐഡിയാസ് ഉണ്ടാവും. പിന്നെന്താ, പിന്നെ ആൾ കണ്ടംപററി സിനാരിയോ പറയണം. അതായത് ഇപ്പോൾ ഇങ്ങനെ ഒരു ക്രിറ്റിസിസം ലാക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോഴത്തെ സൊസൈറ്റിയിൽ. ആ ഒരു ഡിസിൻട്രസ്റ്റഡ് സെർച്ച് ഫോർ നോളേജ് ഇല്ല. എന്നിട്ട് ആ ഒരു കറണ്ട് ഓഫ് ഐഡിയാസ് കൊണ്ടുവരുന്ന ഒരു പരിപാടി ഇല്ല. ബയാസ്ഡ് ആയിട്ടാണ് കൂടുതലും കാണുന്നത്. അല്ലെങ്കിൽ പ്രാക്ടിക്കൽ കൺസിഡറേഷൻസ് ആണ് ക്രിറ്റിസിസത്തിന് ഗൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ക്രിറ്റിസിസം കറക്റ്റായിട്ട് ഈ ഒരു പ്രസൻറ്റ് ടൈമിലില്ല എന്നാണ് അർണോൾഡ് പറയുന്നത്. ഈ പ്രസൻറ്റ് ടൈം എന്ന് പറയുന്നത് ഇയാളത് എഴുതുമ്പോഴത്തെ പ്രസൻറ്റ് ടൈമാണ്. പിന്നെ ഇയാൾ പറയുന്നത് ഈ ഒരു പിറ്റിയബിൾ സ്റ്റേറ്റ് ഇയാളെ തളർത്തുന്നില്ല. അർണോൾഡ് പറയണത് എന്താണെന്ന് വെച്ചാൽ ഒരു ഹോപ്പുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്ലഡി റെവല്യൂഷൻ കഴിഞ്ഞിട്ട് ഇംഗ്ലണ്ടിൽ കുറച്ചും കൂടെ ഐഡിയാസിനൊക്കെ കുറച്ചും കൂടെ റിസെപ്റ്റീവായി തുടങ്ങി. അപ്പോൾ എന്തെങ്കിലും ഒരു അഡ്വാൻസ്മെൻറ്റ് ഉണ്ടാവും എന്നാണ് അർണോൾഡ് വിശ്വസിക്കുന്നത്. അതുപോലെ സയൻസും ടെക്നോളജിയും ഒക്കെ ഒരുപാട് അഡ്വാൻസ്ഡ് ആയതുകൊണ്ട് നമ്മളുടെ മൈൻഡ് കുറച്ചും കൂടെ ഫ്രീ ആയി നമ്മളങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി. പ്രാക്ടിക്കൽ കൺസിഡറേഷൻസ് ഇല്ലാണ്ട് ചിന്തിക്കാൻ തുടങ്ങി. പിന്നെ ഇതിൽ പറയുന്നത് ഇംഗ്ലണ്ടിൽ ഒരു ക്രിറ്റിസിസം എന്ന് പറയുന്നത് പ്യുവർലി ഇൻ്റലക്ച്വൽ ഫീൽഡായിരുന്നില്ല. കാരണം ഇംഗ്ലണ്ടിന് അതിൻ്റെ ഐഡിയാസിൽ തന്നെ ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷനും കോംപ്ലിസൻസി ഒക്കെ ഉണ്ടായിരുന്നു. അതായത് ഞങ്ങളുടെ അച്ചീവ്മെൻറ്റ്സ് ആണ് ഏറ്റവും ഇതെന്നുള്ള രീതിയിൽ പുതിയ ഐഡിയാസിന് വഴി കൊടുക്കാനുള്ളൊരു ഇത് നമ്മുടെ ഇംഗ്ലണ്ടിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ റിയൽ ക്രിറ്റിസിസം എങ്ങനെയാണെന്ന് വെച്ചാൽ സെൽഫ് സാറ്റിസ്ഫാക്ഷനിൽ നിന്ന് മാറി പെർഫെക്ഷനിലെത്താൻ വേണ്ടിയുള്ള ഒരു വഴിയിൽ കൂടെ സഞ്ചരിക്കണതായിരിക്കണം റിയൽ ക്രിറ്റിസിസം എന്ന് പറയുന്നത്. ഈ സെൽഫ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് ശരിക്കും ഹാംഫുള്ളായിരിക്കും പീപ്പിളിനായാലും നേഷനായാലും. പുതിയ പുതിയ ഐഡിയാസ് നമ്മൾ സ്വീകരിക്കാൻ റെഡി ആയിട്ട് നിൽക്കണമല്ലോ. പിന്നെ പറയുന്നത് ക്രിറ്റിസിസത്തിൻ്റെ മെയിൻ ഇതെന്ന് പറയുന്നത് ഫങ്ഷൻ എന്ന് പറയുന്നത് ബെസ്റ്റ് ഐഡിയാസും നോളേജും എല്ലാവർക്കും എത്തിക്കുക, അങ്ങനെ മെന്നിനെ പെർഫെക്ഷനിൽ എത്തിക്കുക എന്നുള്ള ഒരു കൺസെപ്റ്റാണ്. നമ്മളുടെ മെൻ്റലി ആയാലും സ്പിരിച്വലി ആയാലും നമ്മളുടെ ആ ഒരു ഹൊറൈസൺ എൻലാർജ് ചെയ്യാനാണ് ക്രിറ്റിസിസം ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇയാൾ ക്രിറ്റിസിസത്തിനെ ഡിഫൈൻ ചെയ്യണത് എ ഡിസിൻട്രസ്റ്റഡ് എൻഡേവിയർ ടു ലേൺ ആൻഡ് പ്രൊപ്പഗേറ്റ് ദ ബെസ്റ്റ് ദാറ്റ് ഈസ് നോൺ ആൻഡ് തോട്ട് ഇൻ ദ വേൾഡ് ആൻഡ് ദസ് ടു എസ്റ്റാബ്ലിഷ് എ കറണ്ട് ഓഫ് ഫ്രഷ് ആൻഡ് ന്യൂ ഐഡിയാസ്. പിന്നെ പറയുന്നത് ക്വാളിറ്റീസ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് എൻ ഐഡിയൽ ക്രിട്ടിക്. അതായത് 1 ടു ലേൺ ആൻഡ് അണ്ടർസ്റ്റാൻഡ്, പിന്നെ 2 ടു ഹാൻഡ് ഓൺ ദ ഐഡിയാസ് ടു അതേഴ്സ് ടു കൺവേർട്ട് ദ വേൾഡ്, പിന്നെ ടു പ്രിപ്പയർ സ്യൂട്ടബിൾ അറ്റ്മോസ്ഫിയർ ഫോർ ഫർദർ ക്രിയേറ്റീവ് ജീനിയസ് ആൻഡ്. അതായത് ആൾ പഠിച്ച് മനസ്സിലാക്കും, പിന്നെ അത് ബാക്കി വേൾഡിന് പകർന്നു കൊടുക്കും. പിന്നീട് ആ ഒരു ഇൻ്റലക്ച്വൽ അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കി പുതിയ ക്രിയേറ്റീവ് വർക്സിനുള്ള അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കി കൊടുക്കും. ഒരു കൾച്ചർ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ ക്രിട്ടിക്കിൻ്റെ ഫങ്ഷൻ. പിന്നെ അവന് ക്രിട്ടിക് എന്ന് പറയുന്നത് ഒരു സ്കോളർ അല്ലെങ്കിൽ വെൽ റെഡ് മാൻ, അങ്ങനെ അത് മാത്രമായാൽ പോരാ. ആൾ ഇമ്പാർഷ്യൽ ആയിരിക്കണം, ഡിറ്റാച്ച്ഡ് ആയിരിക്കണം, ഡിസിൻട്രസ്റ്റഡ് ആയിരിക്കണം. പേഴ്സണലും പൊളിറ്റിക്കൽ ഇക്കണോമിക് ആയിട്ടുള്ള കൺസിഡറേഷൻസ് ഒന്നും പാടില്ല. ഒരു പ്രജുഡിസും അയാളുടെ മനസ്സിൽ വരാൻ പാടില്ല ക്രിട്ടിസൈസ് ചെയ്യണ സമയത്ത്. ഇത്രയൊക്കെയാണ് ഇതിനകത്ത് പറയുന്നത്.